നിങ്ങൾ നിർബന്ധമായും എൻ്റെ ശേഷം കല്യാണം കഴിക്കണമെന്ന രീതിയിൽ വസിയ്യത്ത് ചെയ്തു സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കുക ആകെ ഹസൻ ഹുസൈൻ മാത്രമാണ്. അങ്ങനെയല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 5 മക്കളുണ്ടായിരുന്നു. ഇന്ന് റമളാൻ 3 നബിയുടെ പുത്രി ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനമാണല്ലോ. ഏറ്റവും വിവാദങ്ങൾക്കിടയായ ഒരു വഫാത്തായിരുന്നു. കാരണം ഫാത്തിമ ബീവിയുടെ വീട് കത്തിച്ചെന്നും ഫാത്തിമ ബീവിക്ക് വിഷം കൊടുത്തിട്ടാണ് കൊന്നതെന്നൊക്കെ ഒരുപാട് കുപ്രചരണങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഷിയ വിഷയത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തതുകൊണ്ട് തന്നെ ആ വിഷയത്തിലാണ് വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഷിയാക്കളായിരിക്കും ഇതിന് പിന്നിലുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു വിവാദങ്ങൾ സൃഷ്ടിച്ച മരണത്തിന്റെ പിന്നിലുള്ള നിജസ്ഥിതിയും ചരിത്രം മൊത്തം ഒന്ന് അറിയണമെന്നുണ്ട്. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 11 റമളാൻ മാസം 3 അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണവും നുബുവത്തിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുകയും ചെയ്ത മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏറെ ചെറുപ്പത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും സിദ്ദീഖുൽ അക്ബർ തങ്ങളും സ്വാഭാവികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഖിലാഫത്ത് സംബന്ധമായ ഏതാനും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വഹാബാക്കൾക്കിടയിൽ സ്വാഭാവികമായും മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് പല ആളുകളും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നട്ടെല്ലൊടിച്ചെന്നും അതുപോലെ ഗർഭപാത്രത്തിൽ മുറിയാക്കിയെന്നുമൊക്കെ വിവാദങ്ങൾ പറയുന്നുണ്ട്. പല വിവാദങ്ങൾ ഇത് മാത്രമല്ല ഷിയാക്കൾ പറയുന്നുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ബനൂ സാഇദയുടെ പന്തലിൽ ഒരുമിച്ച് കൂടിയ വേളയിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തജ്ഹീസുമായി ബന്ധപ്പെട്ട്, അഥവാ മയ്യിത്ത് കുളിപ്പിക്കലും ദഫൻ ചെയ്യലും കഫൻ ഒരുക്കലും ഇതുമായി ബന്ധപ്പെട്ട ജോലിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചില്ല. മാത്രമല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതുപോലെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹയും ആ പന്തലിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെല്ലാവരും ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളോട് കൂടെ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ടിരിക്കെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വാതിലിൽ മുട്ടിയപ്പോൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കളവാണ് കേട്ടോ, അവരുടെ പ്രചരണമാണ് പറഞ്ഞത്. ഈ ഒരു വാദം ശരിയാണ്. ഇനി അങ്ങോട്ട് പറയുന്ന അവരുടെ വാദം. ആ സമയത്ത് വീടിന്റെ ഡോറ് മുട്ടിയപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് വീട് തുറന്നു കൊടുത്തത്. അപ്പോൾ വീടിൽ ഒരു ആണി ഉണ്ടായിരുന്നു. ആ ആണി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയറ്റത്തേക്ക് ചെല്ലുകയും വയറിലുണ്ടായിരുന്ന മുഹ്സിൻ എന്ന പേരുള്ള കുട്ടി അന്ന് ഗർഭിണിയായിരുന്നു. ആ കുട്ടി പുറത്തേക്ക് വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വിവാദങ്ങൾ, ആവശ്യമില്ലാത്ത മാറാപ്പുകളും മാറാലകളും കെട്ടിവലിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഷീഈ വിശ്വാസികളും പ്രചരിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും സാധിക്കുമോ? ഒരിക്കലുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കള്ളവാദങ്ങൾ. അതിൻ്റെ ഭാഗമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി കേവലം 6 മാസം മാത്രമാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. ആ 6 മാസ കാലയളവിൽ മഹദി രോഗിയായി, രോഗം വളരെ ശക്തിപ്പെട്ടു. മഹദി ഇഹലോകവാസം വെടിഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അടുക്കലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ആളാരാണ്? അത് നീയായിരിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. സാബി നേരത്തെ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, ആ ഉന്നയിച്ച വാദങ്ങൾ, അതൊക്കെ കെട്ടിയുണ്ടാക്കിയ ചില കള്ളക്കഥകളാണ്. ശ്രദ്ധിക്കുക, ഉസ്താദ് ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ ആ വീട്ടിലേക്ക് വന്ന ആണി ഇതൊക്കെ ഷിയാക്കള് പറഞ്ഞ കേട്ടോ. പലരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതിന്റെ അവിടെയും ഇവിടെയും കേൾക്കുന്നവർ അതെ അതെ അത് ശരിയല്ല കേട്ടോ. ഉസ്താദ് പറഞ്ഞത് ഷിയാ വിശ്വാസത്തിലുള്ള ചരിത്രമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവരും ഷിയാക്കളിൽ മൊത്തമായ ആളുകൾ തന്നെ വലിൽ ഐ ഫാത്തിമത്ത് സഹറ എന്ന് പറയും. വലിൽ ഐ ഫാത്തിമത്തി സഹറ, ഫാത്തിമത്തു സഹറയുടെ ലിൽ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് സാധാരണ പറയാറുണ്ട്. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ ലിൽ ഒടിച്ചത് അത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ള അർത്ഥത്തിൽ ഈ ചരിത്രം സ്മരിച്ചുകൊണ്ട് എന്തൊരു കാര്യവും ഷിയാക്കളോട് പറയുമ്പോൾ അവർ സത്യം ചെയ്ത് പറയാറുണ്ട്. വലിൽ ഐ ഫാത്തിമത്ത് സഹറ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഷിയാ വിശ്വാസമാണ്. ഒരിക്കലും നമ്മളത് ശരിവെക്കുന്നില്ല, അതൊരിക്കലും ഇല്ലാത്തതാണ്. കാരണം ഇവരാക്ഷേപിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ കാഫിറായി വെക്കുന്നവരാണ് ഷിയാക്കൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കാളും 5 വയസ്സ് ഇളയ ആളാണ്, ചെറിയ ആളാണ്. അപ്പോൾ ഈ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ കലാമൻ
വഹദീസൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമത. ഫാത്തിമ റളിയല്ലാഹു അൻഹയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തോടും അവിടുത്തെ വാക്കുകളോടും അവിടുത്തെ ആ സംസാര രീതിയോടും വമിഷ്യതുഹാ കാന മിഷ്യതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ നടത്തം ഹബീബിന്റെ നടത്തം പോലെ ഇങ്ങനെ ചാടി ഒരു കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയായിരുന്നു ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തം എന്ന് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ സാദൃശ്യം നമ്മൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ. എന്നാൽ സംസാരത്തിലും അതുപോലെ തന്നെ ആ സംസാരത്തിന്റെ സ്റ്റൈലിലുമൊക്കെ ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇവരെ ശത്രുക്കളായി വിലയിരുത്തുന്ന ഇവരാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആയിഷ ബീവിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിൽക്കും. ശ്രദ്ധിക്കണം, നബിയുടെ വീട്ടിലേക്ക് ബാപ്പയുടെ അടുത്തേക്ക് മകള് വരുമ്പോ ബാപ്പ എണീറ്റ് നിൽക്കും. ഇതാരാ ഉദ്ധരിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ടോ ഖാമ ഇലൈഹ വഖബ്ബലഹ, എന്നിട്ട് ചുംബിക്കും. വഅജ്ലസഹ ഫീ മജ്ലിസിഹി, താനിരിക്കുന്ന അതേ സ്ഥലത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്താറുണ്ടായിരുന്നു. മാത്രമല്ല മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങോട്ട് എണീറ്റ് വരും, കൈ ചുംബിക്കും. പരസ്പര ബഹുമാനത്തോടെ പെരുമാറിയതൊക്കെ ആരാ ഉദ്ധരിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. മറ്റുള്ളവർ പറയുന്ന. അതുകൊണ്ട് തന്നെ വലം യകുമുൽ മിനൻ നിസാഇ ഇല്ലാ അർബഅ, സ്ത്രീകളുടെ കൂട്ടത്തിൽ 4 പേർക്കാണ് പരിപൂർണതയുള്ളത്. ആ പരിപൂർണ നമുക്കറിയാം, മറിയം ബീവി, ആ സംഭവങ്ങൾ അറിയാലോ. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സയ്യിദ ഫാത്തിമ റളിയല്ലാഹു അൻഹ. മാത്രമല്ല സയ്യിദത്തു നിസാ, സ്വർഗീയ തരുണീമണികളുടെ നേതാവാണ് ആര്? സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് സുന്നത്ത് ജമാഅത്ത് മൊത്തം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ വീട് കത്തിച്ച സംഭവങ്ങളും അവരുടെ ആ വഫാത്തിലേക്ക് നയിച്ചതുമൊക്കെ അതൊക്കെ കളവാണ്, പച്ചക്കള്ളമാണെന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. നേരത്തെ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു മുഹ്സിൻ എന്ന കുഞ്ഞാണ് ഉണ്ടായത്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സാധാരണക്കാർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിരിക്കും ഫാത്തിമ ബീവിക്ക് എത്ര മക്കളായിരുന്നു എന്നുള്ളത്. സാബിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കുക ആകെ ഹസൻ ഹുസൈൻ മാത്രമാണ്. അങ്ങനെയല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 5 മക്കളുണ്ടായിരുന്നു. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 3 ആൺകുട്ടികൾ, ഒന്ന് ഹസൻ ഹുസൈൻ എല്ലാവർക്കും അറിയാം, 2 മുഹ്സിൻ എന്ന മകൻ, അതുപോലെ തന്നെ ഉമ്മു കുൽസൂം സൈനബ് റളിയല്ലാഹു അൻഹുമ. ഇങ്ങനെ 2 പെൺമക്കളും 3 ആൺമക്കളും 5 മക്കളായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന് ഇവർക്കൊക്കെ പുറമെ ധാരാളം മക്കളുണ്ടായിരുന്നു. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹയോട് 1 മണിക്കൂറിലേറെ ഒരു വസിയ്യത്ത് നടത്തുന്നുണ്ട്. ആ വസിയ്യത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട് ഊസീക അൻത തസവ്വജ ബഅദി, ഊസീക നിന്നോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്, അൻത തസവ്വജ നിങ്ങൾ വിവാഹം കഴിക്കണം, ബഅദി എൻ്റെ ശേഷം, ഫഇന്നർ റിജാല നിശ്ചയം ആണുങ്ങൾ ലാ ബുദ്ദ ലഹു മിനൻ നിസാ അവർക്ക് പെണ്ണുങ്ങളിലേക്ക് ആവശ്യമാണ്, സ്ത്രീകളിലേക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും എൻ്റെ ശേഷം കല്യാണം കഴിക്കണമെന്ന രീതിയിൽ വസിയ്യത്ത് ചെയ്തു സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. മാത്രമല്ല കൂട്ടത്തിൽ തന്നെയാണ് എനിക്ക് മയ്യത്ത് കട്ടിൽ കൊണ്ടുവരുന്ന വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വസിയ്യത്തിലാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? സാധാരണ സഹാബാക്കൾ പലരും പല എണ്ണം വിവാഹം നടത്താറുണ്ടായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും മറ്റൊരു വിവാഹം നടത്തിയിട്ടില്ല. ഒരിക്കൽ ഒരു വിവാഹാലോചനയുമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വന്നു. അലി റളിയല്ലാഹു അൻഹുവും ഒരു വേള ചിന്തിച്ചുപോയി അങ്ങനെ ഒരു വിവാഹം നടത്താൻ വേണ്ടി. ഈ വിഷയം ഉപ്പയായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. വിഷയത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, കാര്യങ്ങൾ തിരക്കി. അലി റളിയല്ലാഹു അൻഹു അക്കാര്യം പറയാൻ മടിച്ചു, വിവാഹം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോഴും മറ്റൊരു കല്യാണം സയ്യിദുന അലി റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നില്ല. ശേഷം അലി റളിയല്ലാഹു അൻഹു പിന്നീട് വിവാഹം കഴിക്കുകയും അതിലൂടെ ധാരാളം മക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 14 ആൺമക്കളും 17 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഏകദേശം 31 മക്കൾ. ഫാത്തിമ ബീവിയെ രാത്രി മറവ് ചെയ്യാനുള്ള കാരണം എന്താണ്? പലരും പറയാറുണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുരുഷന് പോലും കണ്ടിട്ടില്ല മഹദിയെ, അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോഴും കാണരുത് എന്നുള്ളൊരു ലജ്ജ കാരണമാണ് അങ്ങനെയെന്ന് പറയാറുണ്ട്. എന്താണ് രാത്രി മറവ് ചെയ്തതിന് പിന്നിലുള്ള കാരണം?
ഈ ഒരു രാത്രിയാണ് മറമാടിയത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഷിയാക്കൾ ഈ വിഷയത്തിൽ വളരെ ഈ രാത്രി മറമാടാൻ കാരണം പകൽ സമയത്തെങ്ങാനും മറമാടിയാൽ സ്വാഭാവികമായും ശത്രുക്കളുടെ സ്വാധീന വലയത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഷിയാക്കളിൽ പലരും പ്രചരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാത്തിമ റളിയല്ലാഹുവിനെ മാത്രമല്ല, ആയിഷ ബീവിയെ മറമാടിയതെപ്പോഴാണ്? രാത്രിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയതെപ്പോഴാണ്? രാത്രിയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളി വൃത്തിയാക്കുന്ന ഒരു സൗദാ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വഫാത്തായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുന്നതിൻ്റെ മുമ്പ് രാത്രിക്ക് രാത്രി തന്നെ അവർ മറമാടിയെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രാത്രി മറമാടൽ ആ കാലഘട്ടത്തിൽ വ്യാപകമായി നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രമാദമായ വിഷയം സാബി തന്നെ പറഞ്ഞ പോലെ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോടും അസ്മാ ബിൻതു ഉമൈസ്, ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹ ഉമ്മു റൂമാനാണ് ആയിഷ ബീവിയുടെ ഉമ്മ. ആയിഷ ബീവിയുടെ മാതാവിൻ്റെ പേര് ഉമ്മു റൂമാൻ എന്നാണ്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പല സ്ത്രീകളെയും കല്യാണം കഴിച്ചിരുന്നു, പല സഹോദരിമാരെയും. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാര്യയാണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഭാര്യയാണ്. അവർ തന്നെയാണ് ആരുടെ ഭാര്യയും? ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹയുടെ വിധവയായിരുന്നു. ഈ ജഅഫർ റളിയല്ലാഹു അൻഹയുടെ വിധവയെ പിന്നെ ആര് കല്യാണം കഴിക്കുന്നു? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കല്യാണം കഴിക്കുന്നു. ഈ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഏറ്റവും അടുത്ത രഹസ്യ സൂക്ഷിപ്പുകാരി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബീവിയെ കഫൻ ചെയ്യുവാനും അതുപോലെ തന്നെ മയ്യിത്ത് കുളിപ്പിക്കുവാനും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായതാരായിരുന്നു? മഹദി അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ അസ്മാ റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പടച്ചോനെ, ഞാൻ വഫാത്താകുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ മരിക്കുമ്പോൾ എന്നെ കഫൻ ചെയ്ത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം ഇതര പുരുഷന്മാർ കാണുന്ന രംഗം എനിക്കൊരിക്കലും സഹിക്കൂല എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഹബശീനിയയിലായിരുന്നല്ലോ, എത്യോപ്യയിലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ എത്യോപ്യയിലായിരിക്കെ അവിടെയുള്ള ഒരു ആചാരക്രമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അടപ്പുള്ള മയ്യിത്ത് കട്ടിൽ അവിടെ ഉണ്ടാവാറുണ്ട്. ആ മയ്യിത്ത് കട്ടിൽ പോലുള്ള മയ്യിത്ത് കട്ടിൽ നമ്മൾ കൊണ്ടുവന്നാൽ അത് നന്നാകുമെന്ന് പറഞ്ഞു. കാരണം ജഅഫർ റളിയല്ലാഹു അൻഹു ആണല്ലോ നജാഷി രാജാവിനോട് പ്രസംഗിച്ചത്. ആ നജാഷി രാജാവിനോട് ജഅഫർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു അനുഭവം, ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മഹദി ഈ വിവരം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അവതരിപ്പിച്ചപ്പോൾ നേരെ ആ എത്യോപ്യയിൽ നിന്ന് അത്തരം മയ്യിത്ത് കെട്ടുകൾ അതേ മാതൃകയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുവാനും അതേ മാതൃകയിൽ ഇവിടെ മയ്യിത്ത് കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആദ്യമായി അടപ്പുള്ള മയ്യിത്ത് കെട്ടുകൾ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാത്രിയാവുക. രാത്രിയാകുമ്പോൾ കുറച്ച് ആളുകളുടെ കുറവുണ്ടാകും. രാത്രി അടങ്ങി നട്ടപ്പാതിര സമയത്ത് എന്നെ മറമാടണമെന്ന് പറയുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ അടപ്പുള്ള അബിഷീനിയ മാതൃകയിൽ നിങ്ങൾ കണ്ട ആ ഒരു സംഭവം അതുകൊണ്ട് ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ അടപ്പുള്ള നഅ്ഷ് എന്ന് പറയുന്ന മയ്യിത്ത് കട്ടിൽ, ഇസ്ലാമിൽ ഏറ്റവും ആദ്യമായി മയ്യിത്ത് കട്ടിൽ എന്ന സ്വഭാവം. അതിനു മുമ്പ് ഒരു പരന്ന കട്ടിൽ പോലുള്ള ഒരു സ്ഥലത്ത് ഇതിൽ കിടത്തിയിട്ട് കൊണ്ടുപോകാറായിരുന്നു. എന്നാൽ അടപ്പുള്ള മയ്യിത്ത് കട്ടിൽ എന്ന ഒരു രീതി ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി വന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് ഖബറടക്കുന്ന വേളയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ലജ്ജാവതിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ തങ്ങളുടെ ശരീരത്തിൻ്റെ രൂപഭാവം പോലും പുരുഷന്മാർ കാണരുത് എന്ന് കരുതിക്കൊണ്ട് 3-4 പ്രിക്കോഷൻസ് ചെയ്തു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രിക്കോഷനാണ് രാത്രിയാവുക എന്നത്. രണ്ടാമത്തെ പ്രിക്കോഷനാണ് മയ്യിത്ത് കെട്ടിൽ മാറ്റുക എന്നത്. മൂന്നാമത്തെ പ്രിക്കോഷനാണ് കൂടുതൽ ആളുകളെയും അറിയിക്കരുത്. എൻ്റെ മയ്യിത്ത് സ്വാഭാവികമായും നിങ്ങളും അതുപോലെ ഹസനും ഹുസൈനും ബന്ധപ്പെട്ടവർ മാത്രം മതി എന്ന്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അക്കാലഘട്ടത്തിൽ വഫാത്തായാൽ അതിൻ്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകൽ ഖലീഫമാരാണ് ഇമാമായിട്ട് നിൽക്കുക. ജനാസ നിസ്കാരങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഭരണാധികാരിയാവുമ്പോൾ ആ ഖലീഫക്ക് കീഴിലാണ് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാം. എന്നാൽ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് അലി റളിയല്ലാഹു അൻഹയാണ്. കാരണം അത് വസിയ്യത്തായിരുന്നു. എനിക്കിങ്ങനെ ആണുങ്ങൾ മുമ്പിൽ മരിച്ചാൽ പോലും ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ രാത്രിയിൽ മറമാടണം. മാത്രമല്ല എൻ്റെ മക്കൾക്ക് ഒരു ദിവസം
നിങ്ങൾ വേറെ കല്യാണം കഴിച്ച്, ഇതൊക്കെ വസീയത്തിൻ്റെ ഭാഗമാണ്. ഈ മരണത്തോടനുബന്ധിച്ച് നടന്ന വസീയത്താണ്. എൻ്റെ മക്കൾക്ക് ഒരു ദിവസം നിങ്ങൾ നിശ്ചയിക്കണം. യൗമൻ വലൈല ലി ഔലാദി, യൗമൻ ഇഖ്സിം ലൈലതക, ഇഖ്സിം ലൈലതക ലി സൗജതിക. നിന്റെ ഭാര്യ അഥവാ എൻ്റെ മരണശേഷം നീ കല്യാണം കഴിക്കുന്ന പുതിയ ഭാര്യയ്ക്ക് ഒരു രാത്രി നീ കൊടുക്കണം. എന്നാലോ അതേ സമയത്ത് തന്നെ വഖ്സിം ലി ഔലാദി യൗമൻ വലൈല, എൻ്റെ കുട്ടികൾക്ക് ഒരു രാവും ഒരു പകലും നീ നിശ്ചയിക്കണം. അങ്ങനെ രാത്രികളെ നീ തെർത്തീബാക്കിയിട്ട് എൻ്റെ മക്കളെ സ്നേഹിക്കണമെന്നൊക്കെ ഈ 5 മക്കളെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇഹലോകവാസം വെടിയുന്നത്. ഈ ഉപദേശം ഉണ്ടായിരുന്നു. നീണ്ട 1.5 മണിക്കൂർ നീണ്ട ഉപദേശം എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു ഉപദേശങ്ങൾ? അതൊരു ഇസ്ലാമിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട വലിയ ഒരു ഉപദേശങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഓരോ മണിക്കൂറും, 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ തന്നെ ഞാൻ എൻ്റെ പിതാവുമായി കണ്ടുമുട്ടുമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. ഈ സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് പറയാണ്, ലഖദ് ജദ്ദത്ത അലയ്യ മുസീബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ മോളെ, നീ എനിക്ക് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ദുഃഖത്തിൽ നിന്നും ഞാൻ വേർപ്പെട്ടിട്ടില്ല. ഇതുവരെ ആ ഒരു വിഷമത്തിൽ നിന്ന് വേർപിരിയാൻ, അതിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. 6 മാസമായിട്ടല്ലോ. ലഖദ് ജദ്ദത്തി അലയ്യ, നീ എനിക്ക് പുതുതാക്കി ഉണ്ടാക്കി. മുസീബത റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മുസീബത്തിന് ശേഷം മറ്റൊരു മുസീബത്ത് നിങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല ആ സമയത്ത് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ടായിരുന്നു. അവരോട് മഹദി ഒരുപാട് ഉപദേശങ്ങൾ നടത്തുന്നു. അലി റളിയല്ലാഹുവിനോട് മക്കളെ നോക്കാൻ വേണ്ടി പറയുന്നു. ഹസൻ റളിയല്ലാഹുവിനെയും ഹുസൈൻ റളിയല്ലാഹുവിനെയും മുഹ്സിനെയും ഉമ്മു കുൽസൂമിനെയും സൈനബ് റളിയല്ലാഹു അൻഹയെയും എല്ലാം വളരെ കൃത്യമായി നോക്കുവാനും പരിപാലിക്കുവാനും ഉപദേശിക്കുന്നു. സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാനും വിവാഹം കഴിച്ചുകൊണ്ട് കൃത്യതയോടെ ഇസ്ലാമിക ജീവിതം നയിക്കുവാനുമൊക്കെ ഉപദേശിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നിടയിൽ പറയാണ്, കൈപിടിച്ചുകൊണ്ട് പറയാണ്, ഇത്ര കാലം നമ്മൾ ജീവിച്ചു, ഈ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്നെ വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം നീ ചെയ്തു തരാതിരിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അലി, നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരലോകത്തും നിങ്ങളുടെ ഭാര്യയായി ഞാനുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മറ്റു പങ്കാളികളെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നീണ്ട ഉപദേശമാണ്. ഏതായാലും അള്ളാഹു മഹദിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കേട്ടപ്പോൾ ആ ഒരു വഫാത്തിന്റെ രംഗമുണ്ടോ, വല്ലാത്തൊരു രംഗമാണ്. ഒരു വരി ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ, പ്രണയത്തെക്കുറിച്ച് കേട്ടതിൽ ഏറ്റവും മനോഹരമായ വരി പാതി മുറിഞ്ഞു പോയ റൂഹിനെ പറ്റി അലിയാർ എഴുതിയ വരി. നല്ല, നീ പോയതിനു ശേഷം ഈ ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം, തങ്ങൾ ആ കവിതയെക്കുറിച്ച് സാബി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന ഒരു സംഭവം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു കവയത്രിയായിരുന്നു. ഏതുപോലെ ഉമ്മാമയെ പോലെ എന്നൊക്കെ മഹദി ആമിന ബീവി കവിതകൾ എഴുതുന്ന പോലെ തന്നെ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ കവിത എഴുതിയിരുന്നു. ഒരു ചെറിയ സംഭവം ഞാൻ ഓർത്തു പോവുകയാണിത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്, ആകാശം മുഴുവനും ദുഃഖം പ്രകടിപ്പിച്ച് 3 ദിവസം പോലും ഒയൂമായി ഗ്ലൂമിയായി നിന്ന ആ ഒരു ഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജനാസ ഖബറിൽ വെച്ച്, ഖബറു ഷരീഫിൽ വെച്ചിട്ട് തിരിച്ചിങ്ങനെ വരികയാണ്. ഖബറിൻ്റെ അടുത്ത് ഏറ്റവും അവസാനം വരികയാണ് അനസ് റളിയല്ലാഹു അൻഹ. ഇതൊക്കെ ദൂരെ നിന്ന് വീട്ടിലിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, കൈഫ താബത് അൻഫുസുക്കും അൻ തഹസ്സ തുറാബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് സമ്മതിച്ചെന്ന് ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി പറയാനില്ല. അവസാനം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉപ്പ പഠിപ്പിച്ച് തന്നതനുസരിച്ച് മാത്രമാണ് ഞങ്ങളത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ വെച്ചുകൊണ്ടൊരു കവിത ചൊല്ലുകയാണ്. മദാ അലാമൻ ഷമ്മ തുർബത അഹ്മദി ഹത്താ യശുമ്മ മദസ്സമാനി ഗവാലിയ. അഹ്മദുർ റസൂലുള്ളാഹിൻ്റെ ആ മണ്ണ്
ആ മണ്ണ് തൊട്ട ഒരാളുടെ കൈകൾ ഇനി ലോകത്ത് ഒരു സുഗന്ധവും തൊടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് റൗള ഷരീഫിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാതാ ബഅദക ഉംബുബത്തുൻ, നിങ്ങൾക്ക് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ മൂളക്കങ്ങളാണ് നബിയെ. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങൾ ഇതാ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഹബീബിനോട് സങ്കടം പറയുന്നതായി കാണാം. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും കവിതകൾ എഴുതുന്ന, നന്നായി കവിതകൾ പാടുന്ന, ചെല്ലുന്ന, അന്യ ആളുകൾക്ക് മുമ്പിൽ വന്ന് ചെല്ലാന്ന് തെറ്റിദ്ധരിക്കരുത്, വളരെ കൃത്യതയോടെ ആ സാഹിത്യ ഭംഗിയോടെ സംസാരിക്കുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു ചെറുപ്പക്കാരിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ പറയുമ്പോൾ ആ ഫാത്തിമ ബീവിയുടെ ഒരു വ്യക്തിത്വം എങ്ങനെയായിരിക്കും എന്നൊന്ന് ആഗ്രഹിച്ചു പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏറ്റവും അറ്റാച്ചായ ഫാത്തിമ ബീവിക്ക് എന്തെങ്കിലും പറ്റിയ റസൂലുള്ളാഹിക്ക് പിന്നെ ഉറക്കണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. കുടുംബം പോലും നിലനിൽക്കുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതെ 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 അതെ, അഹ്ലു ബൈത്ത് പോലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അഅതൈനാകൽ കൗസർ എന്ന് പറയുന്നിടത്ത് കൗസർ എന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരാണെന്ന് മുഫസ്സിറുകളിൽ ചിലർ പറയുന്നു. അത് ഹൗലുൽ കൗസർ, അഅതൈനാക, നബിയെ നിശ്ചയം നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ, ഹൗലുൽ കൗസർ. അതോടൊപ്പം കൗസർ എന്നത് ഫാത്തിമ ബീവിയുടെ ഒരു പേരാണെന്ന് പറയുന്നു. എന്നാൽ ഫാത്തിമ ബീവിയുടെ ഓമന പേരെന്തായിരുന്നു? ഉമ്മു അബീഹ എന്നായിരുന്നു. സഹ്റ എന്നും ബത്തൂൽ എന്നും ഒക്കെ അവരുടെ സ്ഥാനപ്പേരുകളാണ്, അവരുടെ മഹത്വം സൂചിപ്പിക്കുവാനുള്ള സ്ഥാനപ്പേര. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു അബീഹ എന്ന ഓമന പേരിലായിരുന്നു ഏത് സമയത്തും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതൊരു സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അവളുടെ ഉപ്പാൻ്റെ ഉമ്മ എന്ന രീതിയിൽ വല്ലാതെ കൊഞ്ചിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു രീതിയാണ് ഉമ്മു അബീഹ. ഇതായിരുന്നു മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഓമന പേര്. അതുകൊണ്ട് തന്നെ ഇത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തത് കൊണ്ട് തന്നെ ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ ഹജ്ജൊക്കെ ചെയ്ത് റസൂലുള്ളാഹിക്ക് അസുഖം ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി സന്ദർശിക്കാൻ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്ന ജിബ്രീല കാന യുആരിദുനിൽ ഖുർആന മർറത്തൻ കുല്ലസന. എല്ലാ വർഷവും ഒരു വട്ടം മാത്രമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ഖുർആൻ മുഴുവനായി ഇങ്ങനെ ആവർത്തിച്ച് കേൾപ്പ്. ഹിഫ്ളിൽ പഠിക്കുന്ന നിങ്ങൾക്കറിയാം, സയ്യിദ് ഉസ്താദിനും സാബിക്കുമൊക്കെ അറിയാം, ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൗറകൾ ഇങ്ങനെ നമ്മൾ ഓതിക്കൊടുക്കും എന്ന പോലെ ഉസ്താദിന് ഓതിക്കൊടുക്കുന്ന പോലെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഓതിപ്പിക്കുന്ന പോലെ ഒരു വർഷത്തിൽ ഒരിക്കലായിരുന്നു സാധാരണഗതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ ഓതിക്കേൾപ്പിച്ചു കൊടുക്കാറുള്ളത്. എന്നാൽ ഈ വർഷം എൻ്റെ അടുക്കൽ 2 വട്ടം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ മുഴുവൻ ഖത്ം തീർത്തുകൊണ്ട് തന്നെ എനിക്ക് ഓതി കേൾപ്പിച്ചു, എന്നെ കൊണ്ട് ഓതിപ്പിച്ചു. അങ്ങനെ എനിക്ക് അനുഭവമുണ്ടായി. അതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹുവിലേക്ക്, റഫീഖുൽ അഅലയിലേക്ക് പോകാനുള്ള ഒരുക്കമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതങ്ങ് കേട്ടപ്പോൾ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് ആ സ്നേഹത്തോടെ സ്നേഹവായ്പകൾ നൽകി ഉമ്മ വെച്ചുകൊണ്ട് മഹദിയോട് പറയുകയാണ്, വ ഇന്നക്കി അവ്വലു അഹ്ലു ബൈത്തി ലിഹാഖൻ ബി ബഅദ മൗതി. ഞാൻ വഫാത്തായാൽ എന്നോട് ഏറ്റവും ആദ്യം ചേരുന്നത് നീയായിരിക്കുമെന്ന് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു. മഴയത്ത് വെയിലറച്ച പോലെ, അല്ലെങ്കിൽ വെയിലത്ത് മഴ പെയ്ത പോലെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതമായി. അപ്പോഴാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമായത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് സക്കറാത്തിൽ കിടക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോടും മറ്റും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നു. അങ്ങനെ മടിയിൽ തല വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട തല ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് വെച്ചുകൊണ്ട് കണ്ണുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ സമയത്താണ് വാ കർബാ യാ അബത, എൻ്റെ വാപ്പ എന്ത് വേദനയാണ് നിങ്ങൾ ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യൻ്റെ മരണത്തിൻ്റെ ഇരട്ടി വേദന അനുഭവിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എൻ്റെ ഉമ്മത്തിൽ ഇത്ര വേദന
കൊടുക്കരുത്, ഇതിൻ്റെ പകുതി വേദന മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തിനെ സ്നേഹിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. അതുകൊണ്ട് തന്നെ വേദനയുടെ ഇരട്ടി ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡബിൾ വേദന സഹിക്കാൻ. ആ സമയത്താണ് വാ കർബ യാ അബത്ത, ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ കണ്ണുനീര് നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു, ലാ കർബ അലാ അബീക ബഅദൽ യൗമി ഹാദാ, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇനി നിന്റെ ഉപ്പാക്കൊരു വേദനയുണ്ടാവുകയില്ല, ഇത് അവസാനത്തെ വേദനയാണ്. അപ്പോഴാണ് യാ അബത അജാബ റബ്ബൻ ദആ യാ അബത ഫീ ജന്നത്തിൽ ഫിർദൗസി മഅവാ ഇലാ ജിബ്രീല നൻആ എന്നൊക്കെ പറഞ്ഞു വളരെ സങ്കടകരമായ വരികൾ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാം ഒരു സാഹിത്യകാരി കൂടിയായിരുന്നു മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. സാധാരണ പാരമ്പര്യം നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയാണല്ലോ, സാധാരണ ഒരു സിൽസില ആൺമക്കളിലൂടെയാണ് വരാറുള്ളത്. അപ്പോൾ ഒരു പെൺമകളായ ഫാത്തിമ ബീവിലൂടെയാണല്ലോ നബിയുടെ അഹ്ലു ബൈത്ത് തന്നെ പിന്നീട് ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന അഹ്ലു ബൈത്ത് തങ്ങന്മാരൊക്കെ ആയത്. അപ്പോൾ അതെങ്ങനെയാണ് അഹ്ലു ബൈത്ത് പെണ്ണിലൂടെ നിലനിന്നത്? തീർച്ചയായും സാബി പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റാണ്. ആദ്യം സൂചിപ്പിച്ചല്ലോ, ആൺമക്കളിലൂടെയാണ് പരമ്പര നിലനിൽക്കുക എന്ന്. ബനൂന ബനു അബ്നാഇന വ ബനാതുന ബനൂഹുന്ന അബ്നാഉർ റിജാലിൽ അബാഇദി എന്ന് നമുക്ക് കാണാം. അഥവാ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആൺമക്കളുടെ മക്കളാണ്. പെൺമക്കളുടെ മക്കൾ അവർ അന്യ ആളുകളുടെ മക്കളാണ്. അവരുടെ പരമ്പര അവരാർക്കാണോ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അവരിലൂടെയാണ് നിലനിൽക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്നതിനെ കുറിച്ച് നാം കൃത്യതയോടെ ഒന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ വയുതഹിറക്കും തത്ഹീറ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ തത്ഹീറുള്ള അഹ്ലു ബൈത്ത് ഇത് വളരെ വ്യാപകമായ അർത്ഥമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, ബനു ഹാഷിം, ബനുൽ മുത്തലിബ് തുടങ്ങിയ ആളുകളൊക്കെ അഹ്ലു ബൈത്തിന്റെ ഗണത്തിൽ പെടുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതാണ് ഹാഷിമി കുടുംബത്തിനും മുത്തലിബി കുടുംബത്തിനുമൊക്കെ അഹ്ലു ബൈത്ത് എന്ന അർത്ഥം വരുന്നു. ഇനി മനസ്സിലാക്കണം, അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മുത്തലിബുകളും ഹാഷിമികളും ഒക്കെ അഹ്ലു ബൈത്ത് എന്ന ഗണത്തിൽപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കണം, തങ്ങന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം അത് നിലനിന്നത് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അതെന്താണ്? അഹ്ലുൽ ഖസാ വൽ അബാ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ആര് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഈ 4 പേരും പ്രവാചകരും, 5 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ 5 പേരെ ഒരു പുതപ്പിലേക്ക് ഇട്ടുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് അഹ്ലുൽ ഖസാ, പുതപ്പിന്റെ ആളുകൾ. അവരിലൂടെയുള്ള പരമ്പരയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹസനി ഹുസൈനി പാരമ്പര്യം. ഇപ്പൊ മുഹ്സിൻ എന്ന മകനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സൈനബ് ഉമ്മു കുൽസൂം എന്ന് പറഞ്ഞ പെൺകുട്ടികളെ പറഞ്ഞു. പക്ഷേ അവർ ഈ ഗണത്തിൽ ഈ 5 ആളുകളുടെ അഹ്ലുൽ ഖസായിൽ ഉൾക്കൊള്ളുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കൾ ആയിട്ട് പോലും അവർ വരുന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം അവരുടെ പരമ്പര ഉണ്ടോ? അതൊക്കെ വേറെ ചരിത്രങ്ങളാണ്. വേറെ ഭാര്യമാരിൽ നിന്നുണ്ടായ മക്കള് അഹ്ലു ബൈത്തിൽ പെടൂല? ഇല്ല, ഒരിക്കലും പെടൂല. അഹ്ലു ബൈത്തിൽ ഈ ഗണത്തിൽ പെടൂല. മറിച്ച് അവരൊക്കെ മുത്തലിബികളിൽപ്പെട്ടവരാണ്. കാരണം അലിയുബ്നു അബീ ത്വാലിബാണല്ലോ. അപ്പൊ അവരൊക്കെ ബനു ത്വാലിബാണ്, അല്ലെങ്കിൽ ബനു അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന്റെ ആ വംശജരിൽപ്പെട്ടവരാണ് ബനു ഹാഷിമാണ്. ഇവർ അഹ്ലു ബൈത്തിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ അഹ്ലു ബൈത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണെന്ത്? അഹ്ലുൽ ഖസാ, അഥവാ ഈ പറഞ്ഞ 5 ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദത്തുന ഫാത്തിമ, ഹസൻ ഹുസൈൻ, അതുപോലെ ഫാത്തിമ ബീവി, അലി റളിയല്ലാഹു അൻഹു, ഇവരെ തങ്ങമൻ, അവരാണ് ഹസനി ഹുസൈനി. നമ്മൾ പറയാറുണ്ടല്ലോ, അന്തൽ ഹസനിയു വൽ ഹുസൈനിയു കുന്ത മഅ. ഈ ഒരു പരമ്പര ഹസനി ഹുസൈനി നമുക്കത് വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അഹ്ലു ബൈത്തിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. കേരളത്തിലെ കബീലകള് ഓരോ കുടുംബം വരുന്നതൊക്കെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്. ഏതായാലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ നബിയുടെ ഒരു മകനെ പോലെ തന്നെയാണല്ലോ. കാരണം വളർത്തിയ ചെറുപ്പം മുതലേ നബിയുടെ ഒരു വളർത്തു മകനായിട്ട് വേണമെങ്കിൽ പറയാം. അബൂ ത്വാലിബിന്റെ ദാരിദ്ര്യം കൊണ്ട് നബിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും സ്വന്തം മോനെ പോലെ വളർത്തുകയും. അതേപോലെ പിന്നെ നേരത്തെ പറഞ്ഞു ഹാഷിം മുത്തലിബും രണ്ടും അഹ്ലു ബൈത്തിന്റെ ഗണത്തിൽ പെടും. കാരണം ഷുഐബ് അബീ താലിബിൽ അവർ വിഷമം അനുഭവിച്ചിട്ടുണ്ട്, ഉപരോധത്തിന് പാത്രമായി. നമ്മൾ ഇന്ന് ജോർദാനിൽ പോകുമ്പോൾ അവിടുത്തെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാല് എന്താണ്? ഹാഷിമി പരമ്പരയിലായിരുന്നു. നമ്മൾ ബക്കയിലുണ്ടായിരുന്ന അൽ ഷരീഫ് എന്ന് പറയപ്പെടുന്നത് ഈ ഹാഷിമി പരമ്പരക്കാണ്. ഇപ്പോഴത്തെ കിങ് അബ്ദുള്ള അൽ ഷരീഫ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്. അപ്പോൾ
ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പൊ അവർക്ക് മഹദിയുടെ ജീവിതത്തിൽ നിന്നും മാതൃകകളും പഠിക്കാനുണ്ടെങ്കിൽ അങ്ങൊന്ന് വിവരിച്ചാലും. തീർച്ചയായും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അല്ലാതെ പിന്നെ ആരെയാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്? ഇന്ന് പ്രത്യേകിച്ചും പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലയളവിൽ ഒന്നാമതായി മാതൃകയാക്കേണ്ടത് ലജ്ജയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ലജ്ജ. നമ്മൾ നേരത്തെ അതെ അൽ ഹയാ ശുഅബത്തും സ്ത്രീകളുടെ ഏറ്റവും വലിയ സൗന്ദര്യം തന്നെ ലജ്ജയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ലജ്ജ, മറ്റൊന്ന് കുടുംബജീവിതത്തിലെ ആ ഒരു അച്ചടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ എന്നതിലപ്പുറം അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത ആ ഒരു ബഹുമാനമുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് തമാശകളൊക്കെ പറയുന്നത് ഇന്ന നിസാഅ ശയാതീനുൻ ഖുലിഖന ലന, ആ സംഭവം കേട്ടില്ലേ? ഇടയ്ക്ക് ആ ഒരു കുടുംബജീവിതത്തിലെ സൗന്ദര്യം, ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, ആ പിണങ്ങുന്ന സമയത്ത് നടത്തുന്ന ഇണക്കം, ആ ഇണങ്ങാൻ വേണ്ടി എപ്പോഴും മുൻകൈ എടുക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു. അപ്പോൾ ഒരു ദിവസം രസകരമായൊരു സംഭവം, അത് വരെ രസകരമായ സംഭവമാണ്. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്ന സമയത്താണ് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കയറുന്നത്. അലി റളിയല്ലാഹു അൻഹു അന്ന് ദേഷ്യം പിടിച്ചിട്ട് വെറുതെ ചൂടാക്കാൻ വേണ്ടി, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചൂടാക്കാൻ വേണ്ടി വെറുതെ ഒരു കവിത ചൊല്ലി, ഇന്നൻ നിസാഅ ശയാതീനുൻ ഖുലിഖന ലന, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കെ പിശാചുക്കളാണ്, ഖുലിഖന ലന, ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കളാണ്, ഫനഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി, ഈ പെണ്ണുങ്ങളുടെ ഈ സ്വഭാവത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് വെറുതെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഒരു രസം ഉണ്ടല്ലോ, ഒരാളെ ഇതാക്കാൻ വേണ്ടി, അങ്ങനെ രസം പറഞ്ഞുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് കവിയായിരുന്ന വളരെ അതേ നിമിഷത്തിൽ തിരിച്ചടിക്കാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നൻ നിസാഅ റയാഹീനുൻ ഖുലിഖന ലക്കും ഫകുല്ലുക്കും തസ്തഹി ശമ്മർ റയാഹീനി, നിങ്ങൾ പെണ്ണുങ്ങളെ പിശാച്ച് എന്നൊക്കെ പറയും, പക്ഷേ സ്ത്രീകൾ ആരാന്നറിയോ? ഇന്നൻ നിസാഅ, നിശ്ചയം പെണ്ണ് എന്ന് പറഞ്ഞാൽ റയാഹീനുൻ, എർജാൻ പുഷ്പങ്ങളാണ്, സുഗന്ധമുള്ള റൈഹാൻ, റോസ അല്ലെങ്കിൽ തുളസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ എർജാൻ പുഷ്പങ്ങളാണ്. റയാഹീനുൻ ഖുലിഖന ലക്കും, നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ട എർജാൻ പുഷ്പങ്ങളാണ് പെണ്ണുങ്ങൾ. നിങ്ങളെത്ര ശൈത്താൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും ഫകുല്ലുക്കും തസ്തഹി ശമ്മർ റയാഹീനി, എത്ര മറച്ചു വെച്ചാലും നിങ്ങളെല്ലാവരും ആ റൈഹാൻ പുഷ്പം എടുത്ത് മണക്കാൻ, അത് വാസനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തമാശ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇണക്കവും പിണക്കവും ഉള്ള വളരെ ആബിദത്തായ സ്ത്രീയായിരുന്നു, നോമ്പ് നോക്കുന്ന ആളായിരുന്നു മഹദി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിയൊക്കെ സ്വന്തം കൈകളെ കൊണ്ട് എടുക്കുകയാണ്. അങ്ങനെ കൈകളെ കൊണ്ട് ജോലിയെടുത്ത് ആസുങ്കല്ല് ആട്ടിയിട്ടും അതേപോലെ തന്നെ അമ്മി കൊണ്ട് അരച്ചിട്ടും മറ്റുമൊക്കെ കൈകൾ ഇങ്ങനെ തയമ്പ് കെട്ടി നിൽക്കുക. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്തിനാ മോളെ ഇങ്ങനെ കഷ്ടപ്പെണ്, നിന്റെ ഉപ്പാൻ്റെ അടുത്ത് അവിടെ യുദ്ധത്തിൽ ചിറപിടിക്കപ്പെട്ട ധാരാളം അടിമകളില്ലേ അവിടെ, അപ്പം ആ അടിമകൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചാൽ ഇവിടെ നിനക്ക് ജോലിക്കാരായിട്ട് നിന്റെ ഉപ്പ് തരൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പ്ലാൻ ഇട്ടു. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും പ്ലാൻ ഇട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സബായ അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ ചിറപിടിക്കപ്പെട്ട അടിമകളായ സേവനം ചെയ്യാൻ സന്നദ്ധരായ ആളുകളിൽ ആരെങ്കിലും ഒരാളെ സേവകയായി എനിക്ക് വീട്ടിലേക്ക് വേണമെന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിവർണമായി. ഫാത്തിമ ബീവിക്ക് ആകെ വിഷമമായി, ചോദിക്കേണ്ടില്ലായിരുന്നു എന്ന് തോന്നി. അതൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, മോളെ മുഹമ്മദിൻ്റെ മകൾ ബിന്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് പകരം നീ നിസ്കാരത്തിൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, ആ ഹദീസ് അവിടെ നിന്നാണ് വരുന്നത്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലെങ്കിൽ 34 പ്രാവശ്യം ചെല്ലണമെന്ന ആ ഒരു ഇതാണ് നിനക്ക് ഇതിലേറെ മഹത്വമുള്ളത്, നിനക്ക് ഖിദ്മത്ത് എടുക്കുന്നതിനേക്കാളും നല്ലതാണ് എന്നൊക്കെ രീതിയിലുള്ള ഉപദേശം കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും ഫാത്തിമ ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കഴുത്തിൽ നല്ല ഒരു മാല കണ്ടു. ആ മാല കണ്ട സന്ദർഭത്തിലാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി ഓർത്തു. കാരണം തൻ്റെ സ്വന്തം ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു അത്. അതിങ്ങനെ ഓർത്തിട്ട് റസൂലുള്ള നെസ്റ്റോളജിക്കൽ ഫീലിംഗിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയുടെ സ്മരണ ചെയ്ത കാര്യം. ഒരു ദിവസം അതേപോലെ ഫാത്തിമ ബീവിയുടെ മാല കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ വിവർണമായ മുഖമായി. ആ സമയത്ത് അവസാനം ഫാത്തിമ ബീവിക്ക് മനസ്സിലായി, ഞാൻ ഈ മാല ധരിച്ചത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉടൻ തന്നെ ഫാത്തിമ ബീവി ആ മാല പോയി വിറ്റ ശേഷം ആ
ആ മുതലെടുത്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും സ്വതക്ക ചെയ്ത ശേഷം മാത്രമാണ് ഹബീബിൻ്റെ മുഖം സന്തോഷമായത്. ഇങ്ങനെ എല്ലാ നിലക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തന്നെ സദഖയുടെ കാര്യത്തിലും ദാനധർമ്മത്തിലുമൊക്കെ വളരെ കൃത്യത പാലിച്ചയാളാണ്. പിന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹയുടെയും വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ നല്ല ഒരു വ്യക്തിത്വങ്ങളായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സൂറത്തുൽ ഇൻസാൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിൽ സ്വർഗത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരിക്കലും ഹൂറുൽ ഐങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഹൂറുൽ ഐങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് ആ സൂറത്തുൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിൻ ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗത്തും ഹൂറുൽ ഐങ്ങളെ കുറിച്ച് പറയുന്നില്ല. മറിച്ച് അങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ വിൽദാനുൻ മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇതിൻ്റെ കാരണം എന്താ? മുഫസ്സിറുകൾ പറയാണ്, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, ആളുകൾക്ക് ഇഷ്ടത്തോടുകൂടെ അവർ ഭക്ഷണം കൊടുക്കുന്നു. ആരാണ് ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയ ആളുകൾ? അത് ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവുമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ചെയ്ത ഒരു കാര്യത്തിന് പ്രതിഫലമായി പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ വിഷമം വരുന്ന ഒരു സംഭവം, മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ഏതൊരു സ്ത്രീക്കും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഇഷ്ടം പോലും രാജാതിരാജനായ അള്ളാഹു പരിഗണിച്ചു എന്ന് വേണം ഈ തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ ഭാര്യയേക്കാൾ അപ്പുറം മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചു അല്ലെങ്കിൽ മറ്റൊരു ഭാര്യ അയാളുടെ കൂടെ ഉറങ്ങുന്നു എന്നത് ഒരു സ്ത്രീക്ക് സഹിക്കൂല. അപ്പൊ ഈ പ്രയാസമുണ്ടാകുന്ന രംഗം അള്ളാഹു കണ്ടറിഞ്ഞു. കാരണം ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനും, അപ്പൊ അലി റളിയല്ലാഹുവിന് ചെയ്ത ഒരു നന്മയാണ്. ആ നന്മയെ പുകഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് ഈ നന്മക്ക് പ്രതിഫലമായി മറ്റൊരു പെണ്ണ് വരുമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ, വിതറപ്പെട്ട മുത്തുമണികളെ പോലെയുള്ള ആൺകുട്ടികൾ അവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ. ഫാത്തിമ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബുകളിലും പ്രഭാഷകരും ഒക്കെ പറയുന്നതാണ്. നമ്മളെ ഈ പറഞ്ഞ വഫാത്തിന്റെ ഭാഗം ഒരുപക്ഷെ അങ്ങനെ ആരും പരാമർശിക്കാത്ത ഭാഗമായിരിക്കും. അള്ളാഹു മഹദിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതേപോലെ ഫാത്തിമ ബീവി എന്ന് പറയുമ്പോൾ ഖദീജ ബീവിയുടെ മകളാണ്. ഖദീജ ബീവി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു അവസാനത്തെ മകളാണ്. ഖദീജ ബീവിയുടെ അവസാനമായി ഉണ്ടായ മകളാണ്. റസൂലുള്ളാഹിന്റെ ഏറ്റവും അവസാനത്തെ മകളാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സഹ്റാ പുഷ്പം, പേര് പോലും ഫാത്തിമ. ജാമിഅത്തുൽ അസ്ഹർ പോലും ഫാത്തിമികളാണ് ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിക്കുന്നത്. അങ്ങനെ അസ്ഹർ എന്ന ഒരു പേര് വെക്കാൻ പോലും കാരണം സഹ്റയിലേക്ക് ചേർത്തുകൊണ്ടാണെന്ന്. പരിശുദ്ധ റമദാൻ മാസത്തിലാണല്ലോ ജാമിഅത്തുൽ അസ്ഹർ ഉണ്ടാക്കിയത്. റമദാൻ മാസത്തിലാണ് ഈ വൈജ്ഞാനിക വിപ്ലവം ലോകത്തിന് സമർപ്പിച്ചത്. ആ ഒരു വിപ്ലവത്തിന് പോലും കാരണമായത് അസ്ഹർ സഹ്റയിലേക്ക് ചേർത്തുകൊണ്ടാണ്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഫാത്തിമികൾ ആരാണ്? ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളിൽപ്പെട്ട ഇസ്മായിലി ഷിയായിൽപ്പെട്ട സൽജൂക്കികളെ കുറിച്ചും മംലൂക്കികളെ കുറിച്ചും ഖിൽജികളെ കുറിച്ചും അയ്യൂബികളെ കുറിച്ചും അതുപോലെ ഉമയ്യദ് കാലിഫേറ്റും റാഷിദി കാലിഫേറ്റും അതുപോലെ അബ്ബാസിദ് കാലിഫേറ്റും അല്ലെ ഖിലാഫകളെ കുറിച്ച് ഖിലാഫത്തിനെ കുറിച്ച് മൊത്തമായിട്ട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരുപാട് സമയം ഇപ്പൊ നോമ്പ് തുറക്കാനും പോകണം. അടുത്ത യാത്ര നമ്മൾ എപ്പോഴാണ്? ഉസ്ബക്കിലേക്ക് ഏപ്രിൽ 25 ഇൻഷാ അല്ലാഹ്. ഏപ്രിൽ 25 നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്ബക്കിലേക്ക് പോകണം. 4-5 ദിവസം നമുക്ക് അവിടെ തങ്ങണം ഇൻഷാ അല്ലാഹ്. ടാഷ്കന്റ്, സമർക്കന്ത്, ജയ്ഹൂൻ, സെയ്ഹൂൻ, ടെർമസ്, അതുപോലെ തന്നെ ബുഖാറ ഒക്കെ നമുക്ക് സന്ദർശിക്കണം. അതിനു മുമ്പ് പെരുന്നാളിന് നമ്മുടെ സൗദി ട്രിപ്പ് ഇടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സൗദി ഇൻഡോർ അതേപോലെ ഇൻഷാ അല്ലാഹ്. ഏതായാലും നിങ്ങൾക്ക് വല്ല വിഷയങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ആ വിഷയത്തിൽ നമുക്ക് വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വിലയേറിയ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇത് എന്താ പറയുക, അമൂല്യമായ ഒരു അറിവുകളാണ് ഇവിടെ കിട്ടുന്നുള്ളത്. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.